ഹലോ ഓൾ, +2 കഴിഞ്ഞ ഈ ഒരു സമയം ഒരുപാട് സംശയങ്ങളുടെയും അല്ലെങ്കിൽ ഒരുപാട് ഉപദേശങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്ന ഒരു സമയമാണ്. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുക്കണ്ട എന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. വളരെ ചെറിയ ഒരു സമയം കൊണ്ട് നല്ലൊരു പ്രൊഫഷനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഡെഫിനറ്റ്ലി ACCA ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ യു. എന്താണ് ACCA? 1904 സ്ഥാപിതമായ ACC എന്ന പ്രൊഫഷണൽ ബോഡി ഇന്ന് 180-ലധികം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. +2 ഏത് സ്ട്രീം ചൂസ് ചെയ്തവർക്കും, നിങ്ങൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ACCA ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ACCA ചെയ്യുവാൻ പ്രധാനമായും 13 പേപ്പേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിനെ നോളജ്, സ്കിൽ, പ്രൊഫഷണൽ എന്നിങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിക്കാം. നോളജ് ലെവലിൽ 4 പേപ്പേഴ്സും സ്കിൽ ലെവലിൽ 5 പേപ്പേഴ്സും ഏറ്റവും അവസാനം പ്രൊഫഷണൽ ലെവലിൽ 4 പേപ്പേഴ്സുമാണ് ACCക്ക് ചെയ്യാനുള്ളത്. ഈ 13 എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ACCA അഫിലിയേറ്റ് ആയി മാറുകയാണ്. വൺസ് നിങ്ങൾ ACCA അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 3 വർഷത്തെ ജോബ് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ ACCA മെമ്പർ ആവുക. അപ്പോൾ മാത്രമേ നമ്മളുടെ ACCA ജേർണി കംപ്ലീറ്റ് ആവുകയുള്ളൂ. വൈ ACCA ആഫ്റ്റർ +2? നിങ്ങൾക്കറിയാം, നിങ്ങൾ +2 കഴിയുന്ന പോയിന്റിൽ നിങ്ങളുടെ ഏജ് 17 വയസ്സാണ്, അല്ലെങ്കിൽ 18 വയസ്സ്. ഇതിനുശേഷം നിങ്ങൾ നോർമൽ ഒരു BComന് പോവുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് 21 വയസ്സായി നിങ്ങൾ പാസ് ഔട്ടായി ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇന്നൊരു BComകാരൻ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ വിരളമാണ്. ആയതിനാൽ 21 വയസ്സായതിനു ശേഷവും BCom കംപ്ലീറ്റ് ചെയ്ത ഒരാൾ വീണ്ടും മാർക്കറ്റിലേക്ക് നോക്കുന്നത് ACCA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സാണ്. സോ BComന് ശേഷം എന്നുള്ള ചോദ്യചിഹ്നത്തെ 17 അല്ലെങ്കിൽ 18 വയസ്സാവുന്ന പോയിന്റിൽ തന്നെ നിങ്ങൾ സോൾവ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ACCയും BComഉം കൂടെ നിങ്ങൾ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് ഇത് മാറുകയാണ്. അതായത് 21-ാം വയസ്സെത്തി നിൽക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിൽ ACCA ഉണ്ടാവും, BCom ഉണ്ടാവും. ഇതിനെ ഒന്ന് ലോങ് ടേമിൽ ഒന്ന് നോക്കാം. ഏകദേശം 30 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ACCA എന്ന ക്വാളിഫിക്കേഷന്റെ കൂടെ ഏകദേശം 10 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ശക്തമായ കോമ്പറ്റീഷൻ ഇൻഡസ്ട്രികളിലൊക്കെ നിലനിൽക്കുന്ന സമയത്ത് എത്രത്തോളം എഡ്ജ് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. ACCA അഫിലിയേറ്റ് ആകുവാൻ 13 പേപ്പേഴ്സ് പാസ്സാകണമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഒരിക്കലും ഈ 13 പേപ്പേഴ്സ് പാസ്സായതിനു ശേഷം മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ 9 പേപ്പറുകൾ കഴിയുമ്പോൾ തന്നെ ബിഗ് 4 ഫേംസ്, അതായത് EY, KPMG, PwC, Deloitte പോലുള്ള കമ്പനികളും മറ്റു മൾട്ടിനാഷണൽ ഫേംസിലൊക്കെ ഒരുപാട് ACCA കുട്ടികളെ ഹയർ ചെയ്യുന്നുണ്ട്. അതിനൊരിക്കലും നിങ്ങൾ ACCA അഫിലിയേറ്റ് 13 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് നിങ്ങൾ 9 അല്ലെങ്കിൽ 10 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾക്ക് ലുക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ 17-ാം വയസ്സിൽ നിങ്ങൾ എടുത്തു വെക്കുന്ന ഈ ഒരു ബിഗ് സ്റ്റെപ്പിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റിലാണ് ACCയുടെ പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ട്ണറായ ഇലാൻസിന്റെ പ്രസക്തി. എന്താണ് ACCA പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ട്ണർഷിപ്പ്? ACCയുടെ കോച്ചിങ് ക്വാളിറ്റി കൊണ്ടും പാസ് റേറ്റ്സിന്റെയും റിസൾട്ട്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സസ് കൊടുക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ACCA പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ട്നേഴ്സ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. സോ അങ്ങനെ റെക്കഗ്നിഷൻ കിട്ടിയ ഇലാൻസിൽ നിങ്ങൾ 3 ഇയേഴ്സ് ACCA ചെയ്യുമ്പോഴേക്കും അത് കഴിയുമ്പോൾ തന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും തീർച്ചയായിട്ടും കിട്ടുന്നു. സോ വളരെ ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ACCA ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ട് ഫൈനലി ACCA ചൂസ് ചെയ്യുകയും ആ ജേർണിയിലൂടെ നടന്നു പോവുകയും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 9 പേപ്പേഴ്സ് കഴിഞ്ഞ് ജോലിക്ക് കയറി കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്ത് അങ്ങനെ ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ACCA എന്നുള്ളതാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ ഇതിനെപ്പറ്റിയുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ നേരിട്ട് വന്ന് ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ കരിയർ. നല്ല രീതിയിൽ ചോയ്സ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല നിലയിലെത്തട്ടെ. താങ്ക് യു. ടേക്ക് കെയർ.